ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ 9ാമത്തെ പാഠമായ വീട് കെട്ടണം ടിയ ടിയ ആണ്. അപ്പോൾ 1ാം ക്ലാസ്സിലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് പാഠത്തിലേക്ക് പോകാം. വീട് കെട്ടണം ടിയ ടിയ. നമുക്ക് വായിക്കാം. വീട് കെട്ടണം ടിയ ടിയ, പുല്ല് വെട്ടണം ടിയ ടിയ, തൂണ് നാട്ടണം ടിയ ടിയ, മോന്തായം കെട്ടണം ടിയ ടിയ, മണ്ണ് കിളയ്ക്കണം ടിയ ടിയ, മണ്ണ് കുഴയ്ക്കണം ടിയ ടിയ, തറ ഒരുക്കണം ടിയ ടിയ, ചുമര് കെട്ടണം ടിയ ടിയ. എന്നിട്ട് കുറച്ച് വരികൾ നമുക്ക് എഴുതി ചേർക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെയായി എഴുതിയിട്ടുണ്ട് ക്രമത്തിലാക്കി ചൊല്ലൂ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീട് വെക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് ക്രമത്തിലാക്കി ഒന്ന് എഴുതി ചൊല്ലി നോക്കാം. എഴുതിയാലോ? വീട് കെട്ടണം ടിയ ടിയ, തറ ഒരുക്കണം ടിയ ടിയ, മണ്ണ് കിളയ്ക്കണം ടിയ ടിയ, മണ്ണ് കുഴയ്ക്കണം ടിയ ടിയ, ചുമര് കെട്ടണം ടിയ ടിയ, തൂണ് നാട്ടണം ടിയ ടിയ, മോന്തായം കെട്ടണം ടിയ ടിയ, പുല്ല് വെട്ടണം ടിയ ടിയ, പുല്ല് മേയണം ടിയ ടിയ, വീട് പണിതു ടിയ ടിയ. അപ്പൊ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? വീട് കെട്ടാൻ വേണ്ടി തറ ഒരുക്കണം, എന്നിട്ട് മണ്ണ് കിളയ്ക്കണം, അതിനുശേഷം മണ്ണ് കുഴയ്ക്കണം, ആ മണ്ണ് കൊണ്ട് ചുമര് കെട്ടണം, തൂണ് നാട്ടണം, മോന്തായം കെട്ടണം. അതിനുശേഷം ആ വരികൾ നമുക്ക് എഴുതി ചേർത്ത് കൊടുക്കാം. പുല്ല് വെട്ടണം, പുല്ല് മേയണം, വീട് പണിതു കഴിഞ്ഞു. ഇനി നോക്കിയേ, കേക്ക് കൊണ്ടൊരു വീട്. പാടി പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു. ഭംഗിയുള്ള വീട്, മുറ്റം നിറയെ മഞ്ചാടി മണികൾ, ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ, ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ വിശേഷം? പൂങ്കിളി ചോദിച്ചു. ഇന്നെന്റെ പിറന്നാളാ, വീട് പറഞ്ഞു. നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക്സ്. ആട്ടവും പാട്ടും എല്ലാം ഉണ്ട്. പൂങ്കിളിയെ, നീയും പങ്കുചേരണേ. തീർച്ചയായും. അപ്പോ പാടി പറന്ന പൂങ്കിളി എന്താ കണ്ടത്? ഒരു വീട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടല്ലേ? അങ്ങനെ എന്താ വിശേഷമെന്ന് തിരക്കിയപ്പോൾ വീടിന്റെ പിറന്നാളാണെന്ന്. അങ്ങനെ പൂങ്കിളിയും അതിൽ പങ്കുചേരണേന്ന് വീട് പൂങ്കിളിയെ ക്ഷണിച്ചു. ആദ്യം ഉറുമ്പുകൾ ജാഥയായി വന്നു. ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട്. സ്വാഗതം സ്വാഗതം, വീട് പറഞ്ഞു. ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി അതുവഴിയും ഇതുവഴിയും അകത്തു കയറി. ചോണനുറുമ്പ് സോഫ നൊട്ടിഞ്ഞുണഞ്ഞു. എന്താ സ്വാദ്! നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി. എന്താ മധുരം! അപ്പോ ക്ഷണം ലഭിച്ച ആരാ വന്നിരിക്കുന്നത്? നമ്മുടെ ഉറുമ്പുകളാണ്. ഉറുമ്പുകൾ അകത്ത് കയറി സോഫയും മേശയും ഒക്കെ നുണയാൻ തുടങ്ങി. അങ്ങനെ ഉറുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി. നോക്കിയേ, ഇത് വീടല്ല കേക്കാ, ഇത് കേക്കല്ല വീടാ, ഇത് കേക്ക് വീടാ. ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തിരുചിച്ചു. സൂപ്പർ ഭക്ഷണം, സൂപ്പർ സ്വാദ്. മയിൽ കിടപ്പുമുറിയിലേക്ക് തല നീട്ടി. മിഠായി കൊണ്ടുള്ള തലേണ വായിലാക്കി. നല്ല മിഠായി, നല്ല സ്വാദ്. എന്നിട്ട് മനോഹരമായി നൃത്തം വെച്ചു. കണ്ടവർക്കെല്ലാം അവിടെ ആനന്ദം, ദുഃഖം, നിരാശ, വെറുപ്പെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെഴുതാം? ആനന്ദം എന്നെഴുതാം അല്ലേ? എല്ലാവർക്കും സന്തോഷമാണല്ലോ, അപ്പോൾ അവിടെ ആനന്ദം എന്ന് എഴുതണം. അങ്ങനെ ആരൊക്കെയാ വീടിന്റെ പിറന്നാളിന് വന്നത്? ആദ്യം ഉറുമ്പുകൾ വന്നു, പിന്നെ മൈന വന്നു, അടുക്കള കൊത്തിരുചിച്ചു. അതിനുശേഷം മയിൽ വന്നു, മിഠായി തലേണ വായിലാക്കി. മുന്നിലൂടെ നായ വന്നു, പിന്നിലൂടെ പൂച്ച വന്നു. പിൻഭാഗത്തു നിന്നും പൂച്ച തിന്നു തുടങ്ങി. ഹായ്, പഞ്ചാര മധുരം. നായ എവിടെ കൂടിയാ വന്നത്? മുന്നിലൂടെ. പൂച്ച എപ്പോഴും പതുങ്ങിയാണല്ലോ വരുന്നത്, അതുകൊണ്ട് പിന്നിലൂടെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പിൻഭാഗത്തു നിന്നും പൂച്ച വീട് തിന്നു തുടങ്ങി. എന്നിട്ട് എന്താ പറയുന്നത്? ഹായ്, പഞ്ചാര മധുരം. അവിടെ നമ്മൾ പഞ്ചാര മധുരം എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ നായ പറയുന്നുണ്ട് ഹായ്, തേൻ മധുരം. മുൻഭാഗത്തു നിന്നും നായ തിന്നു തുടങ്ങി. ഹായ്, തേൻ മധുരം. അപ്പൊ അവിടെ തേൻ മധുരം എന്ന് നിങ്ങൾ എഴുതുമല്ലോ. അങ്ങനെ നായയും പൂച്ചയും വീട് തിന്നാൻ തുടങ്ങിയപ്പോൾ കുറച്ചുപേർ അവിടെ ബഹളം വെക്കുന്നുണ്ട്. അകത്താളുണ്ടേ, തിന്നല്ലേ തിന്നല്ലേ. ഉറുമ്പുകൾ ബഹളം വെച്ചു. പുറത്തേക്ക് ചാടി. അവ പൂച്ചയെ പൊതിഞ്ഞു കടിച്ചു. കടിയുറുമ്പുകൾ നായയുടെ മുഖത്ത് കയറി. മുഖമാകെ കടിയോട് കടി. മൂക്കിലും ചിലത് കയറി. ആച്ചി ആച്ചി. നായ ഒറ്റ തുമ്മൽ. പൂച്ചയും നീട്ടിയൊറ്റ തുമ്മൽ. മേൽക്കൂര കുലുങ്ങി. കേക്കു വീട് ചിതറി തിറച്ചു.
എന്ത് പറ്റി? ആ, നായയും പൂച്ചയും തിന്നു തുടങ്ങിയപ്പോൾ ഉറുമ്പുകൾ പുറത്തേക്ക് ചാടി അവരെ കടിക്കാൻ തുടങ്ങി. എന്നിട്ടോ അവരുടെ മുഖത്തും മൂക്കിലുമൊക്കെ കയറി. അങ്ങനെ അവര് തുമ്മിയപ്പോൾ, നായയും പൂച്ചയും തുമ്മിയപ്പോൾ നമ്മുടെ കേക്ക് വീട് പൊട്ടി തെറിച്ചു, ചിതറിത്തെറിച്ചു. കേക്ക് വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? മുറികൾ, ഉപകരണങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് വീട്ടിലുള്ള ഉപകരണങ്ങളെയും മുറികളെയും നമുക്ക് അവിടെ പൂരിപ്പിച്ചു കൊടുക്കാം. എന്തൊക്കെ എഴുതാം? ബെഡ്റൂം, അടുക്കള, മേശ, കസേര, സോഫ, കട്ടിൽ, അലമാര. ഇതിൽ കൂടുതൽ ഉപകരണങ്ങളും മുറികളുമൊക്കെ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇനി എനിക്കിഷ്ടപ്പെട്ട വരികൾ, നമ്മളിപ്പോൾ വായിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ അവിടെ എഴുതാവുന്നതാണ്. ഞാൻ കുറച്ച് വരികൾ അവിടെ എഴുതിയേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ നിങ്ങൾ എഴുതിയാൽ മതിയാകും. മയിൽ കിടപ്പുമുറിയിലേക്ക് തല നീട്ടി മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി. നല്ല മിഠായി, നല്ല സ്വാദ്. എന്നിട്ട് മനോഹരമായി നൃത്തം വെച്ചു. കണ്ടവർക്കെല്ലാം ആനന്ദം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത പേജ് നോക്കാം. അടുക്കളപ്പാട്ട്. അടുക്കി വെക്കണം അടുക്കള, ഒതുക്കി വെക്കണം അടുക്കള, അരച്ചിട്ടും പിന്നെ ചതച്ചിട്ടും, വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും, കലക്കിയും പിന്നെ കുറുക്കിയും, തിളപ്പിച്ചും പിന്നെ പുഴുങ്ങിയിട്ടും, പരത്തിയിട്ടും പിന്നെ കുഴച്ചിട്ടും, അടുപ്പമുള്ളവരാകുവാൻ നമ്മൾ അടുക്കളപ്പണി ചെയ്യണം. അടുക്കി വെക്കണം അടുക്കള, നമ്മൾ ഒതുക്കി വെക്കണം അടുക്കള. അവിടെ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് പുഴുങ്ങിയിട്ടും പരത്തിയിട്ടും കുഴച്ചിട്ടും എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച്, ഇഷ്ടമുള്ള അടുക്കള ജോലികൾ വെച്ച് അവിടെ പൂർത്തിയാക്കാവുന്നതാണ്. എന്തെല്ലാമാണ് അടുക്കള ജോലികൾ? അവിടെ കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? കുട്ടി തൂക്കുന്നത്, അമ്മ പാത്രം കഴുകുന്നത്, അച്ഛൻ പാചകം ചെയ്യുന്നത്, അങ്ങനെ കുറെ ചിത്രങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ടിക്കിടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവിടെ അടുക്കള ജോലികൾ അച്ഛൻ, അമ്മ, ഞാൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് അടുക്കള ജോലികൾ കൂടി അവിടെ എഴുതി ചേർത്ത് കൊടുത്ത് അതിനുശേഷം അച്ഛനാണോ അമ്മയാണോ ഞാനാണോ അത് ചെയ്യുന്നത് എന്ന് ടിക്ക് മാർക്ക് ചെയ്യുക, ശരിയിടുക. ചെയ്യാമല്ലോ. അവിടെ 2 അടുക്കള ജോലികൾ തന്നിട്ടുണ്ട്. ഒന്ന് പാത്രം കഴുകൽ. ആർക്കൊക്കെ ചെയ്യാം? അച്ഛൻ, അമ്മ, ഞാൻ. അപ്പൊ 3ലും ടിക്കിടാം. നിലം തുടയ്ക്കൽ. ആർക്കൊക്കെ ചെയ്യാം? അച്ഛൻ, അമ്മ, ഞാൻ. അടുത്ത് നമുക്ക് എഴുതാം മീൻ വൃത്തിയാക്കൽ. ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? അച്ഛനും അമ്മയ്ക്കും ചെയ്യാം അല്ലെ? തേങ്ങ ചിരകൽ അച്ഛനും അമ്മയ്ക്കും ചെയ്യാം. അപ്പൊ 2ലും ടിക്കിടണം. അടുത്ത് കറി ഉണ്ടാക്കൽ. ആർക്കൊക്കെ ചെയ്യാം? അച്ഛനും അമ്മയ്ക്കും. അപ്പൊ അവിടെ 2ഇടത്തും ടിക്ക് ചെയ്യാം. തറ തൂക്കൽ. തറ തൂക്കൽ ആർക്കൊക്കെ ചെയ്യാം? അച്ഛൻ, അമ്മ, ഞാൻ. 3 പേർക്കും ചെയ്യാം. അപ്പൊ 3ഇടത്തും ടിക്കിടാം. അടുത്ത് പച്ചക്കറി അരിയൽ. ആർക്കൊക്കെ ചെയ്യാം? അച്ഛൻ, അമ്മ. അപ്പോൾ അവിടെ 2ഇടത്തും ടിക്കിടേണ്ടതാണ്. നിങ്ങൾക്ക് കൂടുതൽ ജോലികൾ, അടുക്കള ജോലികൾ എഴുതി ചേർത്ത് അച്ഛനാണോ അമ്മയാണോ ഞാനാണോ അതായത് 3 പേർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ടിക്ക് ചെയ്യാവുന്നതാണ്. പിറന്നാൾ മധുരം ഒരു പാട്ടാണേ. പെയ്ത തിന്തക തിന്താര, തിന്തക തിന്തക തെയ്താര, വീടേ നിന്റെ പിറന്നാളിന്ന് കൂടെയുള്ളവരാരെല്ലാം, മിഠായി പൊതി കെട്ടഴിയുമ്പോൾ കൈനീട്ടുന്നവരാരെല്ലാം, വീട്ടിലുള്ളവരല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു. അച്ഛനമ്മയനിയത്തി, ചേട്ടനനിയൻ ചേട്ടത്തി, പല്ലില്ലാത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈനീട്ടുന്നു. അപ്പൊ എന്താ പറയുന്നത്? ആ വീടിന്റെ പിറന്നാളിന് കൂടെയുള്ളവരാരൊക്കെയാണ്? ആ മിഠായി പൊതി കെട്ടഴിയുമ്പോൾ കൈനീട്ടുന്നവരാരെല്ലാമാണ്? വീട്ടിലുള്ളവരല്ലോ. ആണോ? വീട്ടിന്റെ കൂട്ടുകാരായി മാറി എല്ലാവരും മാറുന്നു. അച്ഛനും അമ്മയും അനിയത്തിയും ചേട്ടനും അനിയനും ചേട്ടത്തിയും പിന്നെ മുത്തശ്ശിയും എല്ലാവരും മിഠായിക്കായി കൈനീട്ടുന്നു. നിങ്ങളുടെ പിറന്നാളിനും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ പാഠം വീട് കെട്ടണം ടിയ ടിയ എന്നുള്ള ഈ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ആക്ടിവിറ്റിയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.